അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് കുറച്ച് കേക്ക് ഉണ്ടാക്കാം. പ്ലം കേക്കാണേ. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇതേ മസാല, മുട്ട, ബട്ടർ, നമ്മൾ കുറച്ച് ഫ്ലോർ എടുത്തിട്ടുണ്ടായിരുന്നു, മൈദാമാവ്. അതിലേക്ക് മമ്മി സോഡ ബൈകാർബണേറ്റ് ആഡ് ചെയ്യാണ്. ഈ മാവെടുത്ത് അരിച്ച് അതിന് കൂടെ അരിച്ചരിച്ചാണ് ഈ സംഭവം ചേർക്കുന്നത്. അത് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇത് അരിച്ചരിച്ച് അമ്മ ചേർക്കുകയാണ്. എൻ്റെ മോള് വന്നിരുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണേ. പിന്നെ അടുത്ത എന്താണ്, ബേക്കിംഗ് പൗഡറും ഇങ്ങനെ തട്ടി ഇടുകയാണ്. അയ്യോ, സംഭവം വരുന്നില്ലല്ലോ. സംഭവം അമ്മയ്ക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് 1 സ്പൂണോളം എടുത്തുകൊണ്ടല്ലേ, ഭയങ്കര പാടായിരുന്നു അത് വരാൻ. ഓക്കെ, അങ്ങനെ അത് അത്രയും ബേക്കിംഗ് പൗഡർ ഇട്ടു. അതും മിക്സ് ചെയ്ത് ഈ മാവിൻ്റെ കൂടെ ഇട്ടാണ് ഉപ്പും ആഡ് ചെയ്തു. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ചെയ്യുന്നതാണ്, അല്ലാതെ ഒരു വീഡിയോ പേർപ്പസിന് വേണ്ടി ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് എപ്പോഴാണെങ്കിലും ഒന്ന് റെഫർ ചെയ്യാമല്ലോ നമുക്ക്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിടുന്നതേ ഉള്ളേ, വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല. അങ്ങനെ മമ്മി എല്ലാ മാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് നരിച്ചെടുക്കുക. ഇത് നമ്മുടെ ഫ്രൂട്ടിൻ്റെ മിക്സാണേ. നമുക്ക് ഓൾറെഡി ഇവിടെ മേടിക്കാൻ കിട്ടുമായിരുന്നു. ഡ്രൈഡ് ഫ്രൂട്ട്സ് വെച്ച് സോക്ഡ് ഇൻ, എനിക്ക് തോന്നിയത് ബ്രാൻഡിയോ റമ്മോ എന്തെല്ലോ സോക്ക് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. അതുകൊണ്ട് നമ്മളത് മാത്രം ഇങ്ങനെ മേടിച്ചതാണ്. പിന്നെ ഈ മാവ് വെച്ച് ഇങ്ങനെ ആക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫ്രൂട്ട്സ് എല്ലാം താഴെ പോയി കിടക്കും. സോ നമ്മൾ ഇങ്ങനെ അത് മറ്റേ മാവിൻ്റെ ഒരു കോട്ടിങ് കൂടെ അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് മിക്സ് ആവും ഈക്വലി. പിന്നെ നമ്മൾ പഞ്ചസാര എടുത്തു, അതിലേക്ക് ആവശ്യമുള്ള മസാല ചേർത്തു, അത് ഗ്രൈൻഡ് ചെയ്ത് പൊടിച്ചിങ്ങനെ എടുത്തു കേട്ടോ, പൊടിച്ചെടുത്തു. ഇനി അടുത്ത മുട്ട, എനിക്കൊന്ന് മമ്മി ഇതിലേക്ക് 12 മുട്ട ആഡ് ചെയ്തു. ഓക്കെ, 12 മുട്ട ആഡ് ചെയ്തു. അത് പൊട്ടിച്ചിട്ട് മിക്സറിലിട്ട് അടിച്ചെടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ബീറ്റ് ചെയ്യുകയല്ല ചെയ്ത്, ഇങ്ങനെ മിക്സിയിൽ ചെയ്തെടുത്തേ. ഷുഗർ ഗ്രൈൻഡ് ചെയ്ത് വെച്ചില്ലേ, അതിലേക്ക് മുട്ട ആഡ് ചെയ്തു. ഇനി ഇത് നമ്മൾ അടുത്ത ബട്ടർ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല മിക്സിയിൽ ചെയ്തിട്ടും. പിന്നെ ഇച്ചിരി ഒരു പാലിങ്ങനെ ചെറുതായിട്ട് ചൂടാക്കി എടുത്തു. ബട്ടറും ഇതിൽ ആഡ് ചെയ്തു. ആ പാല് ഇങ്ങനെ മിക്സിയിലൊന്ന് മമ്മി ഇങ്ങനെ കഴുകിയൊക്കെ എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ വലിയ പ്രൊഫഷണലൊന്നുമല്ല, ജസ്റ്റ് ചെയ്യാണ്, റിസ്ക് ചെയ്തിട്ട് അമ്മ പറഞ്ഞാൽ അത് പോരാ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് ബീറ്റ് ചെയ്യുന്നുണ്ട്, അത് അടുത്ത വീഡിയോയിൽ വരും. പിന്നെ കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുകയാണ് കളറിനൊക്കെ വേണ്ടിയിട്ട്. ഇച്ചിരി കൂടെ വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇച്ചിരി ഫൈനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, കട്ടയാവാതിരിക്കാൻ. അത് നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യാണ്. ഓക്കെ, പേപ്പറൊക്കെ റെഡിയാക്കി വെക്കുകയാണ് ബേക്കിംഗ് പാനിൽ. 2 ട്രെയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇച്ചിരി വലുതായിരുന്നു, ബാക്കി ഒരു ഇതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ട്രെയിൽ വെച്ചായിരുന്നു. ഇത് ക്രിസ്മസിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഇനി എന്താണ്, ഇതൊക്കെ ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു, പക്ഷെ മമ്മി അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് തന്നു. ഇനി നമ്മളിതാണ്ടേ എല്ലാം ഇട്ടു. വാനില എസൻസ് നമ്മളതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ നേരത്തെ വെച്ചിരുന്ന മിക്സ് എല്ലാം വാനില എസൻസ് ഇട്ടു. നമ്മൾ കാരമലൈസ് ചെയ്തതും അതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇച്ചിരി നല്ല കട്ടിയായി. പിന്നെ നമ്മൾ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്ത് അതും നമ്മൾ ബീറ്റ് ചെയ്തതിൻ്റെ കൂടെ ചേർക്കുകയാണ്. നമ്മളിനി അടുത്ത ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് ആഡ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ഇനി നമ്മളത് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അത് ഫ്രൂട്ട്സ് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, നല്ല തിക്കായിട്ടിരുന്നു. അങ്ങനെ എല്ലാ ഫ്രൂട്ട്സ് എല്ലായിടത്തും ഒരേ കണക്കാവുന്ന രീതിയിൽ
നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ഇടയിൽ വന്നിരുന്ന് അവൻ ടേസ്റ്റ് നോക്കുകയാണ്. എല്ലാത്തിൻ്റെയും ടെസ്റ്ററാണ് അവൻ, എല്ലാം ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഞങ്ങൾ 2 ഇതിലാക്കി ബേക്ക് ചെയ്യാൻ വെച്ചു. നേരത്തെ ഒരു പാത്രം കാണിച്ചായിരുന്നല്ലോ, നമ്മുടെ ബേക്കിംഗ് ട്രേ, അതിലും വെച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ 2 എണ്ണത്തിലായിട്ട് വെച്ചു. ഒരെണ്ണം ഞങ്ങൾ ഓവനിലും ഒരെണ്ണം ഞങ്ങൾ അടുപ്പിൽ, മമ്മിയുടെ നാടൻ രീതിയിലാണ് അടുപ്പിൽ വെച്ച് ചെയ്തെടുത്തു. പാത്രത്തിനകത്ത് ഈ ട്രേ ഇറക്കി വെച്ചു, അങ്ങനെ ചെയ്തു. വലിയ ട്രേ ഞങ്ങൾ ഓവനിലും വെച്ചു. അങ്ങനെയാണ് ചെയ്തെടുത്തത് കേട്ടോ. അതെ, ഇതെങ്ങനെ ഓവനിലോട്ട് വെച്ചു. ടെമ്പറേച്ചർ സെറ്റിങ്സൊക്കെ അങ്ങനെ എനിക്ക് പെർഫെക്റ്റായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്കറിയത്തില്ല. പ്രീ ഹീറ്റ് ചെയ്ത ഓവനായിരുന്നു. അങ്ങനെ വെച്ചു. ഇതാണ് ലാസ്റ്റ് വന്ന കേക്ക്. അത് സൂപ്പർ കേക്കായിട്ട് വന്നായിരുന്നു കേട്ടോ. നല്ല മുരിഞ്ഞ് അടിപൊളി.